നമുക്കിന്നൊരു അടിപൊളി മന്തി ഉണ്ടാക്കിയാലോ? അത് നല്ല സ്പൈസി ആയിട്ടുള്ള മന്തി. നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ അത്ര സ്പൈസി ഒന്നും ആയിരിക്കില്ല അല്ലേ? ചിക്കനെല്ലാം ഈ ഒരു കളറെല്ലാം ഉണ്ടാവുക, ഒരു വെള്ള കളറാണ് ഉണ്ടാവുക. അങ്ങനെ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതൊരു നല്ല റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ കുതിർത്ത് വെച്ച് കൊടുക്കണം. ഇത് മന്തിൻ്റെ 1 കിലോ അരിയുടെ ഒരു കിറ്റ് കിട്ടും. അതിൽ എല്ലാ സാധനവും ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഉണ്ടാകുക. ആ അരിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റു പണികൾ ചെയ്യുമ്പോഴത്തേനും ഇത് കുതിർത്ത് സെറ്റായി വരും. ഇനി നമ്മൾ ചിക്കനിലേക്ക് എടുക്കാം. നമ്മൾ ചിക്കനിൽ ഇവിടെ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്പൈസി ആയ മന്തിയാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തി മസാല ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മളവിടെ എടുത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊന്നും പലർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊന്നും ഇതിൽ വരില്ല. ചിക്കനുമായിട്ട് നല്ലോണം ഇത് മിക്സ് ആയിക്കോളും. അപ്പോൾ ഒരു ഫോർക്ക് വെച്ച് ചിക്കൻ നല്ല രീതിയിൽ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയിലെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഉമ്മയെല്ലാം പറയും കേട്ടോ, മന്തിയിലെ ചിക്കന് വെള്ള കളറല്ലേ, തിന്നാൻ പറ്റുന്നില്ല, എരിവില്ല എന്നല്ലോ. അങ്ങനെ പറയുന്നവരെല്ലാവർക്കും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. ഇനിയിപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മളിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. മേലെ വെക്കാതെ ഇങ്ങനെ നിരത്തി ചിക്കന് വെച്ച് കൊടുക്കുക. മന്തിൻ്റെ ചിക്കന് സാധാരണ വലിയ പീസായിട്ടാണ് എടുക്കാറുള്ളത്. ഞാനിവിടെ മീഡിയം സൈസിലായി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കി എടുക്കാം. പിന്നെ ബാക്കിയുള്ള ക്യാപ്സിക്കെല്ലാം ഇതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സായി വരുന്നതാണ്. പിന്നെ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇടാനുള്ള വെള്ളമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള മന്തി മസാലേൻ്റെ കുറച്ചില്ലേ, അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കുതിർത്ത് സെറ്റാക്കി വെച്ച അരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അരി ഇട്ടപാടെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. അടിഭാഗത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ടൈമിലാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ചോറ് അവിടെ നിന്ന് സെറ്റായി വരും. നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ക്യാപ്സിക്കൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലേ, കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം കുറുകി അടിപൊളി സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കന് ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇട്ടുണ്ടാവും. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിലും ഈക്വലായിട്ട് വെന്ത് വരണമല്ലോ. പിന്നെ ഈ ബാക്കിയുള്ള സ്റ്റോക്ക് അപ്പുറത്തെ സൈഡും കൂടി ആകുമ്പോഴത്തേനും ഈ സ്റ്റോക്കെല്ലാം നല്ല രീതിയിൽ തന്നെ കുറുകി വരും. അപ്പോൾ ഇതൊന്നും കൂടി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മൾ ചോറിതാ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗം വേവാകുമ്പോഴത്തേനും നമ്മളിത് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതേപോലെയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് വാർത്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറ് വാർത്തെടുക്കൂലേ, അതേ രീതിയിൽ വാർത്തെടുത്താലും മതി. നമ്മൾ ചിക്കന് 2 സൈഡിലും ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയെല്ലാം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചോറ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ നമുക്ക് ഇതേ രീതിയിലൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു വലിയ ചെറുനാരങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി മിക്സാക്കിയതിന് ശേഷം ഇതേ രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് യെല്ലോ കളർ ചേർക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ ആവശ്യമായതുകൊണ്ട് ഞാൻ കളറൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇഷ്ടാനുസരണം നമുക്ക് കളറൊക്കെ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു 5 പച്ചമുളക് ഇതേ രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റീൽ പാത്രം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റീൽ പാത്രം തന്നെ വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കനൽ ഇട്ട് കൊടുക്കേണ്ടതാണല്ലോ. പിന്നെ നമ്മൾ കനൽ സെറ്റാക്കിയത് ഇതേ രീതിയിലാണ്. ചാർക്കോൾ കയ്യിലില്ലാത്തതുകൊണ്ട് സാധാരണ കരി തന്നെയാണ് നമ്മൾ കനലാക്കി എടുത്തിട്ടുള്ളത്. ഈ രീതിയിലാണ് കനലാക്കി എടുത്തിട്ടുള്ളത്. ഇത് നല്ല സെറ്റപ്പ് അല്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള കനലും കൂടി അതിലിട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പരിപാടി സ്മോക്കിംഗ് ആണ്, പുകക്കൽ. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ സ്മോക്ക് വരും. ഇതേപോലെ ഹോൾസെൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. സ്മോക്ക് പുറത്ത് പോകാണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് അടച്ചു വെക്കുക. ഇതേ രീതിയിൽ ചെയ്താൽ ചോറിന് എന്തായാലും ആ ഒരു ടേസ്റ്റ് വരും, ഉറപ്പാണ്. നമ്മളിനി ഇത് തുറക്കാതെ അടച്ചു വെച്ച് കൊടുക്കുക.
അപ്പോൾ ഇതാ പുകയെല്ലാം പോയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഇതേ രീതിയിൽ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ചോറ് ഇങ്ങനത്തെ മാറ്റി കൊടുക്കണം. പിന്നെ നല്ല രീതിയിൽ ആ ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ അതിൻ്റെ മേൽഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനെല്ലാം നല്ല രീതിയിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ കൈമിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ വിളമ്പുന്ന ടൈമിൽ തന്നെ നമുക്കതിൻ്റെ സ്മെല്ലെല്ലാം നല്ലപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൈസി മന്തി റെസിപ്പിയാണിത്. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്കും ചെയ്യണേ.